KV ജോസഫ് ഉപദേശി പഴഞ്ഞി. പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽ പെടും ഞാൻ. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയാ. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിന് സമീപം കാട്ടാമ്പാക്കൽ എന്ന സ്ഥലത്ത് ഒരു യാക്കോബായ കുടുംബത്തിൽ 1920 ജോസഫ് ഉപദേശി ജനിച്ചു. ഇട്ടിയർ എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെട്ടു. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ അംഗമായിരുന്നു. ജോലിക്കായി സിംഗപ്പൂരിൽ കടന്നുപോയി. അവിടെ വച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ചില നാളുകൾക്ക് ശേഷം ജോലി ഉപേക്ഷിച്ച് 1948 മുതൽ കുന്നംകുളം കേന്ദ്രമാക്കി കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ സുവിശേഷവേല ആരംഭിച്ചു. PV ചുമ്മാർ, PI ചുമ്മാർ എന്നിവർ സഹപ്രവർത്തകരായിരുന്നു. സ്ഥലമോ സ്ഥാപനങ്ങളോ ഒരു വീട് പോലുമോ സ്വന്തം പേരിൽ ഉണ്ടാക്കിയിരുന്നില്ല. പഴഞ്ഞി യെരുശലേം അങ്ങാടിയിൽ ഒരു സങ്കേതം സ്ഥാപിച്ചു. സഹപ്രവർത്തകനായ മറ്റൊരാളിൻ്റെ പേരിൽ ആധാരം എഴുതിയിരുന്നതിനാൽ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് മാത്രം ആ സ്ഥാപനം ഉപയോഗിക്കുന്നു. ക്യാമ്പുകൾ, കൺവെൻഷനുകൾ, ബൈബിൾ ക്ലാസുകൾ തുടങ്ങിയ എല്ലാ മീറ്റിങ്ങുകൾക്കായും വേർതിരിച്ചിരിക്കുന്നു. പ്രാരംഭകാലം CPM വിശ്വാസത്തിലായിരുന്നു. അവിടെ നിന്ന് മാറി അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ എന്ന സഭ രൂപീകരിച്ചു. ആരാധനാലയങ്ങൾ പ്രെയർ ചേംബർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ദൈവിക രോഗശാന്തിയിൽ അന്ത്യം വരെ നിലനിന്ന ഇട്ടിയേര ഉപദേശി ചെരുപ്പിടുകയോ വാച്ച് കെട്ടുകയോ ചെയ്തിരുന്നില്ല. സമൂഹത്തിലുണ്ടായിരുന്ന മാന്യതയും അംഗീകാരവും മൂലം സഹപ്രവർത്തകരിൽ ഉളവാക്കിയ അസൂയ കൊണ്ടാകാം അവാസ്തവമായ ചില ആരോപണങ്ങൾ ജോസഫ് ഉപദേശിക്ക് നേരെ ഉന്നയിച്ച് തന്നോടൊപ്പമുള്ള കൂട്ടായ്മ വിട്ടുപോയി. ആ സംഭവം ഉപദേശിയെ വളരെ വേദനിപ്പിച്ചു. ദൈവസന്നിധിയിൽ ആ ദൈവഭൃത്യൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതുകാൽ ഉയർത്തിയിരിക്കുന്നു എന്ന വചനമോർത്ത് കർത്താവിനെ ഒറ്റുകൊടുത്ത ശിഷ്യനും തള്ളിപ്പറഞ്ഞ ശിഷ്യനും കർത്താവിനെ വിട്ട് ഓടിപ്പോയവരും എല്ലാം ഹൃദയഭിത്തിയിൽ തെളിഞ്ഞു വന്നു. ആ യേശുവിനോട് കൂടെയുള്ള വാസവും സന്തോഷവും ഓർത്ത്, ഈ ലോകത്തിലൊന്നും കാണാതെ വിശ്വാസത്തോടെ ഇറങ്ങിയതോർത്ത്, എല്ലാവരും വെറുത്താലും വിട്ടുപോയാലും കൂട്ടായി എനിക്ക് യേശുവുണ്ട് എന്നോർത്ത്, വീണവനെയും താണവനെയും തന്നെക്കുറിച്ച് പരത്തിയ വാർത്തകളെയും ഓർത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിച്ചു. ഒരു കടലാസ് തുണ്ടിൽ ഇവയെല്ലാം കുറിച്ച് അദ്ദേഹം ആദ്യത്തെ വരികൾ ഇങ്ങനെ എഴുതി: താണവനാണെന്നും വീണവനാണെന്നും കാണുന്നവരൊക്കെ പറഞ്ഞാലും നേരായി വിധിക്കുന്ന നാഥൻ അറിയുന്നു. പാരം ഭയപ്പെടുവാനുണ്ടോ? എന്താനന്ദം, എനിക്കെന്താനന്ദം എന്ന പാട്ടുപുസ്തകങ്ങളിൽ ഈ വരികൾ ചേർത്തിട്ടില്ല. അനുഭവത്തിൽ നിന്ന് മാത്രം ഗാനങ്ങൾ എഴുതി സുവിശേഷ നിമിത്തം കുടുംബത്തിൽ നിന്നും പുറത്താക്കിയ ജോസഫ് ഉപദേശിയെ സ്വന്തക്കാരുടെ വീടുകളിൽ നിന്നെല്ലാം പുറന്തള്ളി. ദുഃഖവും കണ്ണുനീരും തീരുകയില്ലേ എന്ന് ചിന്തിച്ച് ഈ അവസരത്തിൽ ആശ്വാസപ്രദനാം ആത്മാവിടുതിച്ച ഗാനമാണ് പാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും എന്ന ഗാനം. 4 ആൾ കൂടുന്നിടത്തെല്ലാം സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്ന ഉപദേശി പരസ്യയോഗങ്ങൾ പാടുവാൻ പ്രത്യേക ആത്മപ്രേരണയാൽ ചില ഗാനങ്ങൾ രചിച്ചു. അതിൽ തകരുന്ന ഭരണകൂടങ്ങളെയും ലോകത്തിൽ ധനവും വീടും തോട്ടങ്ങളും സമ്പാദിക്കുന്നവരെയും എല്ലാം ഉൾക്കൊണ്ടെഴുതിയ പാട്ടാണ് രാവും പകലും ഗീതങ്ങൾ പാടി എന്നത്. വരുവീനി നല്ല സമയം, ശ്രീയേശുനാമം അതിശയനാമം, പാപിയെ ഊറ്റരികിൽ മേവുക, വിടുതലുണ്ട് വിടുതലുണ്ട് എന്നീ ഗാനങ്ങൾ എന്നും പരസ്യയോഗങ്ങളിൽ ദൈവജനം പാടുന്നു. ദൈവജനത്തിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയും പുതുക്കുവാൻ ആത്മപ്രേരിതമായ പ്രസംഗങ്ങളും അതിനനുസരണമായ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. അവയിൽ ചിലതാണ്: ദൈവം നമ്മുടെ സങ്കേതം, ബലം, ഹാ ചിന്തിക്കുകിൽ പരദേശികൾ, ഇനി താമസമാമോ നാഥ വരുവാൻ, നീയല്ലോ എനിക്കു സഹായി, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉദയനക്ഷത്രം വാനിൽ ഉദിച്ചിടാറായി, ക്രിസ്തുവിൻ സ്നേഹമെത്ര മഹാത്ഭുതം. അവിവാഹിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യസമയങ്ങളിൽ എല്ലാവരും കൈവിട്ടു. സങ്കേതത്തിൽ നിന്ന് പലരും പോയി. രോഗിയായി കിടക്കയിലായി ശരീരം ക്ഷീണിച്ചു. കണ്ണുനിറഞ്ഞ ലോകത്തു നിന്നും നിത്യഭവനത്തിൽ ചേരുവാൻ സമയമായി. താൻ നടന്നു വന്ന വിശ്വാസപാതയിലേക്ക് അദ്ദേഹം തിരിച്ചു നോക്കി. വിശ്വസിച്ചതും ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമല്ല എന്നുറപ്പിച്ചു. ആത്മാവിൽ ഇങ്ങനെ പാടി: യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ, എൻ ആശയൊന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൺ തേജസ്സിൽ കണ്ടിടും കണ്ടിടും എന്ന പ്രത്യാശയെ ഉണർത്തി പാടി പാടി ആശ്വസിച്ച് 69-ാം വയസ്സിൽ തിരുമുഖത്തിൻ്റെ ശോഭ സ്വന്തം കണ്ണാൽ ദർശിപ്പാൻ കടന്നുപോയി. മുട്ടൻ ഗീവറോച്ചുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചില ഗാനങ്ങൾ ഇരുവരും ചേർന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്.